എറണാകുളം രവിപുരത്തെ റിയൽ അറേബ്യ ഹോട്ടലിൽ നിന്ന് ഷവർമ, ഷവായ് ഇവ കഴിച്ചതിന് പിന്നാലെ ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്ന പരാതി വരികയാണ്. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കുടുംബം പരാതി നൽകി. കടുത്ത പനിയും ഛർദിയും ഉണ്ടായതിന് പിന്നാലെ യുവതിയെ ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ റിയൽ അറേബ്യ ഹോട്ടൽ അടച്ചുപൂട്ടിയെന്ന് കൊച്ചി കോർപ്പറേഷൻ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി ചെയർമാൻ TK അഷ്റഫ് പറഞ്ഞു. എറണാകുളം രവിപുരത്ത് പ്രവർത്തിക്കുന്ന റിയൽ അറേബ്യ എന്ന ഹോട്ടലിനെതിരെയാണ് ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നത്. ഈ മാസം 16-ാം തീയതിയാണ് തൃശൂർ ഇരിഞ്ഞാലക്കുട സ്വദേശികളായ 2 പേർ, ഒപ്പം തന്നെ ഷിപ്പ്യാർഡിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അങ്ങനെ 3 പേർ ഇവിടെ എത്തി ഭക്ഷണം കഴിക്കുന്നത്. അവരുടെ ആരോഗ്യനില അതീവ ഗുരുതര അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ഷവർമയും ഷവായുമാണ് ഈ 3 പേർ ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചത്. ഇതിൽ യുവതി 23 വയസ്സുകാരിയായ തൃശൂർ സ്വദേശി, അങ്കമാലിയിൽ ജോലി ചെയ്യുന്ന യുവതി 3 ദിവസം ICUലായിരുന്നു. കടുത്ത വയറിളക്കം, വയറുവേദന, ഛർദി, പനി, അങ്ങനെ ഗുരുതരമായ തരത്തിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ഇതിന് പിന്നാലെ കൊച്ചി കോർപ്പറേഷനിലും അതോടൊപ്പം തന്നെ പോലീസിലും ഫുഡ് ആൻഡ് സേഫ്റ്റിയിലും പരാതി നൽകുകയും ചെയ്തു ഇവരുടെ കുടുംബം. അതേ തുടർന്ന് കൊച്ചി കോർപ്പറേഷൻ രവിപുരത്ത് പ്രവർത്തിക്കുന്ന റിയൽ അറേബ്യ ഹോട്ടൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇവർക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരാഴ്ച ഭക്ഷണം കഴിച്ച ആളുകൾക്ക് ഫുഡ് പോയിസൺ ഉണ്ടായെന്നുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടു. ഉടനെ ഹോട്ടൽ അവർ അടച്ചുപൂട്ടി. അതിനുശേഷം നോട്ടീസ് നൽകിയിട്ടുണ്ട്. നഗരസഭയുടെ അറിവോട് മാത്രമേ കട തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ കലൂർ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ അതിന് ലൈസൻസ് പോലും ഇല്ലെന്നും ലൈസൻസ് ഇല്ലാതെയാണ് കലൂരിലെ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നതെന്നും കൊച്ചി കോർപ്പറേഷന്റെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം കണ്ടെത്തുകയും ആ ഹോട്ടൽ പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഷവർമയും ഷവായും കഴിക്കുകയായിരുന്നു 3 സുഹൃത്തുക്കളായി ഇവർ. അതിന് തൊട്ട് പിന്നാലെയാണ് വയറുവേദന വരുന്നത്. പിന്നീട് വയറിളക്കം, ഛർദി, പനി എന്നിവ അനുഭവപ്പെടുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് യുവതിയെ ആലുവയിലുള്ള സ്വകാര്യ ആശുപത്രിയുടെ ICUയിൽ പ്രവേശിപ്പിച്ചത്. ഗുരുതരാവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരോഗ്യനിലയിൽ അല്പം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് കുട്ടിയുടെ അമ്മ തന്നെ പ്രതികരിച്ചത്. അവർ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും എന്താണ് ഈ സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടക്കം പരിശോധിച്ചു വരികയാണ്. എന്താണ് സംഭവിച്ചത്, കൂടുതൽ പേർക്ക് പരാതി ഉണ്ടോ എന്നതടക്കം പരിശോധിച്ചു വരികയാണ്. ക്യാമറമാൻ ശരത്തം പട്ടുകാവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.